മനുഷ്യനോ അങ്ങനെ കിടക്കൂലേ, മലന്ന് വീണാ മലന്ന് അങ്ങനെ കിടക്കും. ഒരു വർഷം മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി മാത്രമേ അവന് അതിജീവിക്കാൻ കഴിയൂ. അങ്ങനെ കുറഞ്ഞ ഇൻസ്റ്റിങ്ക്റ്റിൽ ജനിച്ചു വീഴുന്ന ഈ കുട്ടി അല്ലെങ്കിൽ മനുഷ്യൻ, എന്താ സ്കന്ദപുരാണം പറയുന്നേ? ജന്മനാൽ ജായതേ മർത്യ, ജന്മം കൊണ്ട് നീ വെറും മനുഷ്യൻ, മർത്യൻ. മർത്യൻ എന്ന് പറഞ്ഞാൽ മരണമുള്ളവനാണ് മനുഷ്യൻ. സംസ്കാരാൽ ഭവേ ദ്വിജ, സംസ്കാരം കൊണ്ട് അവൻ ദ്വിജൻ, ബ്രാഹ്മണനായി മാറുന്നു. ആരാ ബ്രാഹ്മണൻ? ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ, ബ്രഹ്മജ്ഞാനമുള്ളവനാണ് ബ്രാഹ്മണൻ. അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ സങ്കല്പം മാറി. ആരാണോ ജ്ഞാനമുള്ളവൻ, ജ്ഞാനത്തിൻ്റെ വ്യത്യാസം എന്താ? അറിവുള്ളതും അറിവില്ലാത്തതുമായ ആ ഒരവസ്ഥ. ഭക്തന്മാരെ ഇവിടെ വന്നിരിക്കൂ. എന്താ ഭക്തന്റെ ലക്ഷണം? ഭക്തലക്ഷണതു ജിജ്ഞാസ ഏവ. എന്താ ജിജ്ഞാസ? എന്താ ഇപ്പൊ ഈ ആഘോഷങ്ങൾ ഇങ്ങനെ ആഘോഷിക്കാൻ? ടീച്ചർ 2-3 ചോദ്യങ്ങൾ ചോദിച്ചൂലോ, അതെന്താ എന്നറിയാനുള്ള ആ ഒരു ആകാംക്ഷ, ജിജ്ഞാസ. എന്താണ് ആഘോഷങ്ങൾ? ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായി നമ്മൾ അങ്ങനെ ആചാരങ്ങളെല്ലാം ആചരിച്ച് അനുഷ്ഠിച്ച് ഇങ്ങനെ കുറെ കാലമായി ജീവിക്കുന്നു ഇല്ലേ? എന്തിനാണ് ഇങ്ങനെ കുറേ വർഷം നമ്മളിവിടെ ജീവിക്കുന്നത്? ഹൈന്ദവന്റെ എല്ലാ കഥകൾക്ക് പിന്നിലും ഒരു തത്വമുണ്ട്. ആ തത്വങ്ങളെ കുറിച്ച് വിചാരം ചെയ്യണം, മനനം ചെയ്യണം. അതിനാണ് ഭക്തി പ്രഭാഷണങ്ങൾ. നിങ്ങളിങ്ങനെ ഇവിടെ വന്ന് ഇരുന്ന് കുറേ പ്രഭാഷണങ്ങൾ കേട്ട് കഴിഞ്ഞവരാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക, എനിക്ക് എന്ത് മാറ്റം വന്നു? ഞാനിപ്പോൾ കുറേ ഓണം ഉണ്ടു എന്ന് പറയും. ഇത്രയും കാലം ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ഇങ്ങനെ ആഘോഷിച്ചു, സദ്യയൊക്കെ ഉണ്ടു, കുറേ ശോഭായാത്രയൊക്കെ പോയി, എനിക്ക് എന്ത് മാറ്റം വന്നു? ആചാര്യസ്വാമി എന്താ പറഞ്ഞത്? മനുഷ്യരൂപേണ മൃഗം ചരന്തി, മനുഷ്യന്റെ രൂപയുള്ളൂ നിങ്ങൾക്ക് മൃഗത്തെ പോലെ സഞ്ചരിക്കുന്നതെന്ന്. എന്താ അങ്ങനെ പറഞ്ഞത് ആചാര്യസ്വാമി? കാരണം നമ്മൾ ജനിച്ച് ജീവിച്ച് ഉണ്ടുറങ്ങി ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞ് അങ്ങോട്ട് മരിച്ചു പോണു. അതായത് എന്താ? ചത്തുപോകുന്നു, അങ്ങനെയാ പറയുന്നത് പൂന്താനം. അപ്പോൾ ചത്തുപോകുന്നു എന്നുള്ളതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? മൃത്യോർമ്മ അമൃതം ഗമയ, മൃത്യുവിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെ സത്സംഗത്തിലൂടെ നിസ്സംഗത്വത്തിലേക്ക് ചേരാം, ഉയരാം, അതാണ് പ്രഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ജന്മാഷ്ടമി പോലെ ഒരുപാട് ആഘോഷങ്ങൾ നമുക്കുണ്ട്. എന്തിനു വേണ്ടി നമ്മൾ ഇത് ആഘോഷിക്കുന്നു? കാരണം ഭഗവത് സ്മരണ. ഭഗവാൻ എന്താ പറഞ്ഞേ? എപ്പോഴാ കൃഷ്ണ അങ്ങയെ സ്മരിക്കണ്ടേ ചോദിച്ചപ്പോൾ പറയാണ്, തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര, എല്ലാ സമയവും എന്നെ അനുസ്മരിച്ചോളൂ. ഭഗവാൻ ഇങ്ങനെ ആലോചിക്കുക. അപ്പൊ രാവിലെ നീ എഴുന്നേറ്റ് ഉടനെ ചിന്തിച്ചു, അയ്യോ ഇന്ന് അഷ്ടമി രോഹിണിയാ,